അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാനായി ഉണ്ടാക്കിയത് നല്ലൊരു പെരി പെരി ചിക്കൻ പോളയാണ് കേട്ടോ. ഈ ചിക്കൻ പോള ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ചിക്കനിലേക്കുള്ളൊരു മസാല തയ്യാറാക്കാം. അതിനായി ഒരു 6 വറ്റൽമുളക് ഞാൻ ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ മുളക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ സവാളയുടെ ഒരു പകുതി പീസും, പിന്നെ ഒരു സ്പൂൺ മല്ലി, മുഴുവനായിട്ടുള്ള മല്ലിയും, പിന്നെ കുറച്ച് മല്ലിയില, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ അതേപോലെ തന്നെ ഒരു സ്പൂൺ ഒറിഗാനോ, പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് ഓയിലും കൂടി ഒഴിച്ച് ഇത് ഒരു സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഫൈനായി അരച്ചെടുക്കുക. ഇനി വിനാഗിരി ഇല്ലെങ്കിൽ ചെറുനാരങ്ങ ഒഴിച്ചാലും മതി കേട്ടോ. എൻ്റെ കയ്യിൽ ചെറുനാരങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വിനാഗിരി ഒഴിച്ചത്. ഇനി നല്ലതുപോലെ ഫൈനായി ഒന്ന് അരച്ച് കൊണ്ടുവരാം. അരച്ച് വരുമ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് ഇത് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഇതിൽ മഞ്ഞളും കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കാൻ, അല്ലെങ്കിൽ നല്ല എരിവായിരിക്കും. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ നോമ്പിൻ്റെ ലാസ്റ്റ് ദിവസങ്ങളായല്ലോ അല്ലേ? എല്ലാവർക്കും നല്ല ആരോഗ്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഇനി പെരുന്നാൾ ആഘോഷിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ഇപ്പോൾ റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനായി ഒരു പാൻ വെച്ച് അതിലേക്ക് 1 സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കരിവേപ്പില ചെറുതായി മുറിച്ചിട്ട് അതിലേക്ക് ഈ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചിക്കൻ എല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതേ പാനിലേക്ക് തന്നെ 1 സ്പൂണും കൂടെ നെയ്യ് ഇട്ടതിന് ശേഷം 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളക് ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം ഒരു സബോള ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് പാകത്തിനുള്ള ഉപ്പും ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സബോള ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കൊക്കെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ പലഹാരം കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാൻ. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം പിന്നെ ജീരകം വറുത്ത് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയ ജീരകട്ട. ഇതെല്ലാം ചേർത്തതിന് ശേഷം 1 സ്പൂൺ ഒറിഗാനും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം, ഇതിൻ്റെയൊക്കെ പച്ച ചുവ മാറുന്നത് വരെ. പൊടികൾ ഇട്ട കൂട്ടത്തിൽ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ 1/2 സ്പൂൺ ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാല നല്ലതുപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഞാൻ മിക്സിയിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ മസാലയിൽ നിന്നും 2 സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ആ 2 സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലയും കൂടി ചേരുമ്പോഴാണ് കേട്ടോ അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇതെല്ലാം നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം ആ ചിക്കൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ലാസ്റ്റായി ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ മാറ്റി വെക്കാം. ഇനി ഈ പാനിൽ തന്നെ വെക്കാതെ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂട് പോകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 3/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് 1/2 കപ്പ് മൈദപ്പൊടിയാണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ 4 മുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെ ചേർക്കുന്നത് ഒരു 1/4 കപ്പ് ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ. പിന്നെ ഒരു 1/2 സ്പൂൺ ചില്ലി ഫ്ലേക്സും
ഒരു 4 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പും. ഇനി ഇത് നമുക്ക് ഫൈനായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് പാനിലാണോ ഒഴിക്കുന്നത് ആ പാന് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് തൂക്കി കൊടുക്കാം. ഞാൻ അതിൻ്റെ അടിയിലൊരു പഴയ ഒരു പാനും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നിന്നും പകുതി മാവ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് റെഡിയാക്കിയെടുത്ത മസാല അതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ പോള നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ തോന്നും ഒരുപാട് സമയമുണ്ടെന്ന്. അത് നമുക്കിങ്ങനെ കുറേശ്ശെ കാണിക്കുന്നതുകൊണ്ട് തോന്നിപ്പോകുന്നതാണ് കേട്ടോ. ഇനി എല്ലാ മസാലയും വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ബാറ്റർ ഇതിൻ്റെ മുകളിലായി ഒഴിച്ച് കൊടുക്കാം. സൈഡിൽ നിന്ന് വേണം ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. അതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതിൻ്റെ മുകളിലായി ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാപ്സിക്കത്തിൻ്റെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ക്യാപ്സിക്കം ഇല്ല എന്നുണ്ടെങ്കിൽ ക്യാരറ്റോ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തോ ഏതെങ്കിലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അന്നതിന് ശേഷം എനിക്ക് മൊത്തത്തിൽ 25 മിനിറ്റ് കൊണ്ട് തന്നെ എൻ്റെ പോള ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പം നല്ലതുപോലെ വെന്ത് കിട്ടി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നെയ്യ് തൂകി ഞാൻ മറ്റൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു അടിപൊളി തന്നെയായിരുന്നു കേട്ടോ ഈ പോള കഴിക്കാൻ. നോമ്പ് തുറക്കുമ്പോഴൊക്കെ നമുക്ക് എരിവാളപ്പം ഏറ്റവും ഇഷ്ടം. അപ്പോൾ നല്ലതുപോലെ തരിക്കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റാണ് കേട്ടോ. മുറിച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അടിപൊളി തന്നെയായിരുന്നു അതിൻ്റെ ടേസ്റ്റും. അപ്പോൾ ഇനി ഇത്രയൊക്കെ ഉള്ളൂ നോമ്പിൻ്റെ വിശേഷം. ഇനി നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.